മൈത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അമ്മ വരാന്തയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ട് വേദ അടുത്തേക്ക് വന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്നു. പെട്ടെന്ന് അമ്മ വേദയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. നീ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുന്നതിന് മുൻപ് ഒന്ന് മാത്രം ചിന്തിക്കുക. എന്തെങ്കിലും ഒരു വഴിയിൽ ഒടുങ്ങേണ്ടതാണ് നിന്റെ മകന്റെ ജീവിതം. അവൻ ഗുണ്ടയാണ്. അപ്പോൾ ആ പെൺകുട്ടി വിധവയാവേണ്ടത് നമ്മൾ കാണേണ്ടി വരും. ഇതൊക്കെ ആലോചിച്ചിട്ട് അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേദയോട് പറയുകയാണ്, എൻ്റെ മകനെ പറ്റി ഈ നാട്ടുകാരും എല്ലാവരും മോശമായിട്ട് ഓരോ കാര്യങ്ങൾ പറയും. അവൻ ഗുണ്ടയാണ്, അടിക്കും, ഇടിക്കും, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അവനോട് ഞാൻ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അതെല്ലാം സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയാണെന്ന്. ഞാൻ അതെല്ലാം വിശ്വസിച്ചു. എൻ്റെ മകനല്ലേ, അവൻ പറയുന്നല്ലേ ഞാൻ വിശ്വസിക്കേണ്ടത്. പക്ഷേ മാഷ് അപ്പോഴൊന്നും വിശ്വസിച്ചിട്ടില്ല. അവൻ പറയുന്നതെല്ലാം കള്ളമാണെന്നും ഞാൻ പറയുന്നതാണ് ശരിയെന്നും സത്യത്തിന് ഒരു മുഖമേ ഉള്ളൂ, അത് എന്റേതാണെന്ന് മാഷ് എപ്പോഴും പറയും. പക്ഷേ സത്യത്തിന് രണ്ട് മുഖമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. ഒന്ന് മാഷിൻ്റെതും ഒന്ന് എൻ്റെ മകൻ വിക്രത്തിൻ്റെയും. ഇപ്പോൾ ഇതെല്ലാം വിശ്വസിച്ച എനിക്ക് പേടിയാകുമോ മോളെ? അവന് എന്തെങ്കിലും സംഭവിച്ചാലോ? എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പേടിയില്ല. പക്ഷേ അവനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും സംഭവിക്കുമോ മോളെ? ഇതെല്ലാം കേട്ടിട്ട് വേദ പറയുകയാണ്, ഇന്നലെ അമ്മയെ അച്ഛനെ ആക്രമിക്കാൻ വന്നത് വിക്രമിനോട് വൈരാഗ്യമുള്ളവർ തന്നെയാണ്. ഇന്ന് രാവിലെ നിങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ തന്നെയാണ് വിക്രമിനെ നിങ്ങളുടെ പുറകെ പറഞ്ഞു വിട്ടത്. അവർ പിന്നെയും വന്ന് നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് കരുതിയാൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിട്ടത്. പക്ഷേ വിക്രം പറഞ്ഞതുപോലെ ഇനി ആരും നിങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കില്ല. അതിന് വേണ്ടതെല്ലാം വിക്രം ചെയ്യും. അത് അമ്മ പറയുന്ന പോലെ സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും വഴിയൊന്നും ആയിരിക്കില്ല. നേതാക്കന്മാരുടെയും ഗുണ്ടകളുടെയും പിന്നെ വലിയ രാഷ്ട്രീയ പ്രവർത്തകരുടെയും വഴിയെ പോലെ തന്നെ ആയിരിക്കും വിക്രം പെരുമാറുന്നത്. വിക്രമിനെ ഒരിക്കലും നേരെയാക്കാൻ പറ്റുന്നല്ല. ഞാൻ ശ്രമിക്കാമേ. അമ്മ കരഞ്ഞുകൊണ്ട് പറയാ, എനിക്ക് വിശ്വാസമുണ്ട് മോളെ. അവനെ ഇനി നിനക്ക് മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ. അവന് വേണ്ടി, അവൻ കെട്ടിയ താലിക്ക് വേണ്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നവളല്ലേ നീ. നീ ഉറപ്പായിട്ട് അവനെ മാറ്റിയെടുക്കും. അപ്പോൾ വേദ പറയുകയാണ്, എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അമ്മേ, എന്നാലും ഞാൻ ശ്രമിക്കാം. ആ ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്ന കാര്യങ്ങളെല്ലാം വിക്രം ചെയ്യുന്നതും അയാളെ വിക്രം ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു നാൾ വിക്രം മനസ്സിലാക്കും അയാളും വിക്രമിനെ മുതലെടുക്കുവാന്ന്. അങ്ങനെ വിക്രമിന് അയാളെ ബോധ്യപ്പെടുന്ന ഒരു ദിവസം വരും. എനിക്ക് ഉറപ്പാണമ്മേ വിക്രമിന് മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞ് വേദ അമ്മയെ ആശ്വസിപ്പിക്കുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് വേദയുടെ അച്ഛൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അമ്മ ഒന്ന് ചോദിക്കുക, എന്താ? ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചു, പിന്നെ കോടതി പോകുന്നുണ്ട്, ഞാനൊന്നും ചോദിക്കാഞ്ഞതാ. എന്താ, എന്ത് പറ്റി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വേദയുടെ അച്ഛനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് പറയുന്നു. ഇത് കേട്ടിട്ട് അമ്മ പറയാ, എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? അവൻ പറഞ്ഞതുപോലെ അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമായിരിക്കും. ഒരിക്കലും അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ശങ്കരനാരായണൻ പറയാണ്, അത് തന്നെയാണ് എനിക്കും വേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് വേദ അറിഞ്ഞാലുണ്ടല്ലോ, വേദ ഇതിനു മുൻപും ഈ വീട്ടിൽ നിന്ന് ആ താലിയുടെ ബലത്തിലല്ല ഇറങ്ങിപ്പോയത്. ആ താലി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അമ്മ ചോദിക്കുക, അതെന്താ? അന്ന് നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശങ്കരനാരായണൻ പറയാ, അന്നത്തെ ദേഷ്യത്തിന് ഞാൻ ആ പോലീസുകാരനോട് വിക്രമിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. അത് വേദ കേട്ടിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം വഴിയിൽ വെച്ച് അവൾ എന്നോട് സംസാരിച്ചിരുന്നു. എനിക്കുറപ്പാണ് ഞാൻ ചെയ്ത തെറ്റുകൊണ്ട് മാത്രമാണ് അവൾ ആ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി ആ ജീവിതം നയിക്കുന്നത്. ഞാൻ വിക്രമിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ച് മാത്രം, ഒരു ജീവൻ എടുത്താലോ ഞാൻ കാരണം ഒരു ജീവിതം നഷ്ടമാവുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് വേദ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനിയിപ്പോൾ വിക്രമിന്റെ അച്ഛനെയും അമ്മയും ഞാൻ ദ്രോഹിച്ചു, അവരെ ഇല്ലാതാക്കാൻ ഞാനാ ശ്രമിച്ചതെന്ന് വേദ അറിഞ്ഞാൽ അവൾ ഈ വീട്ടിൽ പോലും കയറില്ല. അതാലോചിച്ചിട്ടാ എനിക്ക് സങ്കടമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അമ്മ പറയാം, വേണ്ട, അതിനെപ്പറ്റി ഇനി ആരും ഒന്നും അറിയില്ല. അമ്മ അറിഞ്ഞാലുണ്ടല്ലോ അമ്മയ്ക്കും ഇത് താങ്ങാനാവില്ല. നമ്മൾ ഇനി ഇതിനെപ്പറ്റി ഇവിടെ വെച്ച് സംസാരിക്കേ വേണ്ട. ശ്രീകാന്ത് പറഞ്ഞതുപോലെ അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമായിരിക്കും. ആരും ഇതിനെപ്പറ്റി ഇനി ഇവിടെ സംസാരിക്കേ വേണ്ട. ഒന്നും വേദ അറിയണ്ട. അപ്പോൾ ശങ്കരേട്ടൻ വന്ന് ആഹാരം കഴിക്കുക. ഇത് കേട്ട് ശങ്കരൻ പറയാം, അത് പിന്നെ നീ പൊക്കോ, നിന്നോട് ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനൊരു ആശ്വാസമുണ്ട്, ഞാൻ കുറച്ചു നേരം ഒന്ന് തനിച്ചിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അമ്മ അവിടെ നിന്ന് പോകുന്നു. ശങ്കരനാണെങ്കിൽ മകളെ പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ സമയം വേദയാണെങ്കിൽ വിക്രമിനെ കാത്ത് പുറത്തിരിക്കുമ്പോൾ അമ്മ പാല് കൊടുത്തിട്ട്, മോളെ ഈ പാല് കുടിച്ചോ. അപ്പോൾ വേദ ചോദിക്കുക, അമ്മയ്ക്ക് ഞാൻ ഈ പാല് കുടിച്ചില്ലേ സങ്കടാവോ? അതെന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയാം, മുത്തശ്ശി ഇങ്ങനെ കുറച്ച് നിർബന്ധിക്കുമ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് ബാക്കിയും കളയും. അപ്പോൾ അമ്മ പറയാം, ഇവിടെ അങ്ങനെ കളയണ്ട, പകുതി കുടിച്ചിട്ട് ഇങ്ങ് തന്നാൽ മതി, ഞാൻ ഉറയൊഴിച്ചു വെക്കാം. അപ്പോൾ വേദ പറയാം, അമ്മ തന്നതുകൊണ്ട് മാത്രം ഒരു കവള് കുടിച്ചു, ബാക്കി അമ്മ ഇത്
ഓറെ ഒഴിച്ചു വെച്ചോ എന്ന് പറഞ്ഞ് അമ്മയുടെ കൊടുക്കുന്നു. അപ്പോൾ അമ്മ പെട്ടെന്ന് വേദയോട് പറയാം, മോളോട് സംസാരിച്ചപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. എൻ്റെ മകൻ നേരെയാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നീ അവനെ മാറ്റിയെടുക്കും, ഈ അമ്മയ്ക്ക് ഉറപ്പുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് വേദ പറയാം, അമ്മ ധൈര്യമായിട്ടിരുന്നു, വിക്രമിനെ ഞാൻ മാറ്റിയെടുത്തിരിക്കും, എല്ലാം നേരെയാവുമെന്ന് ഇങ്ങനെ അമ്മ ആശ്വസിപ്പിച്ചു വിടുന്നു. ഈ സമയം വേദയാണെങ്കിൽ മുത്തശ്ശി ഫോൺ ചെയ്യുന്നു. മുത്തശ്ശി പറയാം, അല്ല മോളെ സുഖമാണോ? വേദ അവിടുത്തെ കാര്യം തിരക്കുമ്പോൾ പെട്ടെന്ന് ആ മുത്തശ്ശി പറയാം, ഇവിടെ നിന്റെ അച്ഛന് മാത്രം മുഖം അത്ര കടുപ്പിച്ചിരിപ്പുണ്ട്, നിന്നെപ്പറ്റി ആലോചിച്ചിട്ടാകും. അടുത്ത ആഴ്ച വർഷയുടെ വീട്ടിലേക്കൊന്ന് പോകണം, അതിനെപ്പറ്റി ചോദിക്കാൻ ചെന്ന നിന്റെ അമ്മയാണെങ്കിൽ ശങ്കരന്റെ മുഖം കണ്ട് തിരിച്ചിങ്ങ് പോരുന്നു. അപ്പോൾ വേദ പറയാം, അപ്പോൾ കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. മുത്തശ്ശി പറയാം, നിന്നെ പറ്റി ആലോചിച്ചിട്ടായിരിക്കും, അവന് ആകെ സങ്കടം, നീ ഇവിടെ ഇല്ലാത്ത വിഷമം അവനുണ്ട്, പക്ഷേ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ വേദ ചോദിക്കുക, അല്ല എന്തിനാ വർഷയെടുത്തിയുടെ വീട്ടിലേക്ക് പോകുന്നത്? മുത്തശ്ശി, അത് പിന്നെ 7ാം മാസമല്ലേ, ചടങ്ങുകളെല്ലാം നടത്തണം, ഇല്ലെങ്കിൽ ഗായത്രി അറിയാലോ, ഗായത്രിക്ക് പിന്നെ അത് മതി നിന്റെ അച്ഛൻ്റെ സ്വൈര്യം ഇല്ലാതാക്കാൻ. മുത്തശ്ശി വേദയോടും വരാൻ പറയുമ്പോൾ വേദ പറയാം, വരാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഗായത്രി ആൻറ്റി എന്നെ അടിച്ചിറക്കില്ലേ? മുത്തശ്ശി പറയാം, ഇല്ല ഒരിക്കലില്ല, ദർശൻ അവിടെ ഉള്ളിടത്തോളം കാലം അതൊന്നും നടക്കില്ല. അപ്പോൾ വേദ പറയാം, എങ്കിൽ പിന്നെ മുത്തശ്ശി അച്ഛനോടുകൂടി അനുവാദം ചോദിക്കുക, അച്ഛൻ സമ്മതിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും വരാം. അപ്പോൾ വിക്രം വരുന്ന സൗണ്ട് ഇട്ടിട്ട് മുത്തശ്ശി പറയാം, വിക്രം വന്നു എന്ന് തോന്നുന്നല്ലോ. അതേ മുത്തശ്ശി, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ വിക്രം അകത്തേക്ക് കയറി വന്നിട്ട് ചോദിക്കുക, ആരോടാ രാത്രിയിൽ ഒരു കിന്നാരം? അപ്പോൾ വേദ പറയാം, നിങ്ങൾ പേടിക്കണ്ട, കാമുകനൊന്നും അല്ല. അപ്പം വിക്രം പറയാം, ഓ ഏതെങ്കിലും ഒരു മരങ്ങോടനെ ആയിരിക്കണേ എന്ന് വിചാരിച്ചാ നിന്നോട് ചോദിച്ചത്, നീ എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞല്ലോ. അപ്പോൾ വേദ പറയാം, നിങ്ങളെക്കാൾ വലിയ മരങ്ങോടനെ ഇനി എവിടുന്ന് കിട്ടാനാ? അപ്പോൾ വിക്രം, എന്താ നീ പറഞ്ഞത്? വേദ പറയാം, നിങ്ങളെക്കാൾ വലിയ ഒരു മരങ്ങോടനെ വേറെ എവിടുന്ന് കിട്ടാനാണെന്ന്. അപ്പോൾ വിക്രം പറയാം, ദേ. അപ്പോൾ വേദ ചോദിക്കുക, അല്ല നിങ്ങളിന്ന് നിങ്ങളുടെ എതിരാളിയെ എന്താ ചെയ്തത്? വെട്ടിയോ, കുത്തിയോ, അതോ കത്തിയാണോ ആയുധം, അതോ മരക്കഷ്ണം, പിന്നെ മരക്കട്ട, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തു കൊന്നോ? ഓ നിങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ തോക്കെടുക്കില്ലല്ലോ, വെട്ടല്ലേ പതിവ്, 32 വെട്ട്, 52 വെട്ട്, 10 വെട്ട്, അങ്ങനെയാണോ വെട്ടിയത്? അപ്പോൾ വിക്രം പറയാം, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ. അപ്പോൾ വേദ പറയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയത് കൊണ്ടാ ഇന്ന് രാവിലെ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയെന്ന് കേട്ടപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഓടേണ്ടി വന്നത്. അപ്പോൾ വിക്രം ചോദിക്കുക, നീ എന്താടി എന്നെ കളിയാക്കുവാണോ? വേദ പറയാം, അയ്യോ ഞാൻ കളിയാക്കിയതല്ല, നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ന് അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയെന്ന് കേട്ടപ്പോൾ പുറകെ പോകുന്നുണ്ടല്ലോ, എന്താ നിങ്ങൾക്ക് പേടി വന്ന് തുടങ്ങിയോ? അപ്പോൾ വിക്രം പറയാം, അത് പിന്നെ എനിക്കാണെങ്കിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, അവരൊക്കെ വീട്ടുകാരെ ഉപദ്രവിച്ചു തുടങ്ങിയ അപ്പോൾ പേടിക്കാതിരിക്കുന്നത് എങ്ങനെയാ? അപ്പോൾ വേദ പറയാം, അതാണ് പോയിന്റ്. അപ്പോൾ പേടിയുണ്ട്, പേടി വേണം, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഈ കുടുംബത്തിലുള്ളവരെ ബാധിക്കും എന്നുള്ള പേടി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. അവരിനി ഈ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇതെല്ലാം നിർത്തി എല്ലാം ഉപേക്ഷിച്ച നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് ഉപേക്ഷിച്ചൂടെ? ആ അമ്മയും അച്ഛനും തളർന്നിരിക്കുന്ന കണ്ടിട്ട് ആകെ സങ്കടപ്പെട്ട ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ വിക്രം പറയാം, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്നെ ഉപദേശിക്കാൻ വരല്ലേ. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം നോക്കാൻ എനിക്കറിയാം. അപ്പോൾ വേദ പറയാം, അച്ഛൻ്റെ അമ്മയും കാര്യം നോക്കിയിട്ടാണല്ലോ ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചത്, നിങ്ങൾക്ക് അപ്പോൾ ഇതൊന്നും ഉപേക്ഷിക്കാനുള്ള മനസ്സില്ല അല്ലേ? എങ്കിലേ പോയി നേരെ ചൊവ്വേ ഇന്ന് രാവിലെ കുളിക്കാതൊക്കെ പോയതല്ലേ, പോയി കുളിച്ചിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു തരാം. വിക്രം പറയാം, ഓ നിന്റെ ആവശ്യമില്ല, എനിക്ക് എൻ്റെ അമ്മ. അപ്പോൾ വേദ പറയാം, അമ്മ ഇനി വിളിച്ച് ഉണർത്തണ്ട, നിങ്ങളെപ്പറ്റി ആലോചിച്ച് കരഞ്ഞ് തളർന്ന് ആ അമ്മ ഇപ്പോഴാ പോയി കിടന്നത്, അത് ആ പാവം കിടന്ന് ഉറങ്ങിക്കോട്ടെ, നിങ്ങൾക്ക് ആഹാരം വേണേ പോയി കുളിച്ചിട്ട് അകത്തേക്ക് വന്നാൽ മതി, പിന്നെ വിശപ്പില്ലെങ്കിൽ പോയി ആ തൊഴുത്തി കിടന്നുറങ്ങ്. വിക്രം, തൊഴുത്തോ എന്ന് ചോദിക്കും. വേദ പറയാം, അത് തൊഴുത്ത് തന്നെയാ, പശുക്കൾക്ക് പോലും കുറച്ച് വൃത്തിയൊക്കെ ഉണ്ട്. അയ്യ എന്ന് പറഞ്ഞിട്ട് വേദ അകത്തേക്ക് കയറി പോകുന്നു. വിക്രം ആണെങ്കിൽ ആ മുറിയെ നോക്കുമ്പോൾ പശുവിൻ്റെയും ആടിൻ്റെയൊക്കെ എരുമയുടെയൊക്കെ സൗണ്ട് ഇങ്ങനെ ചെവിയിലൊക്കെ ഇങ്ങനെ മുഴങ്ങുന്നു. വിക്രം ആ മുറിയെ തന്നെ നോക്കി നിൽക്കുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് വർഷയാണെങ്കിൽ ശ്രീകാന്തിനെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. രണ്ടുപേരും പരസ്പരം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഇനി വേദയും വിക്രമിനെയും 2 വഴിക്കാക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് സ്വൈര്യമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റൂ. എങ്ങനെയെങ്കിലും 2നെ 2 വഴിക്കാക്കണമെന്ന് ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.